സുഹൃത്തുക്കളെ, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡ്. നിങ്ങൾക്ക് ഈ സീഡ് ഏതാണെന്ന് മനസ്സിലായോ? ബുദ്ധിമുട്ടായിരിക്കും, കാരണം പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ കടുക് പോലെയുണ്ട്. എന്തായാലും ഇതാണ് ഫേമസ് ആയിട്ടുള്ള ചിയ സീഡ്സ്. ഈ ചിയ സീഡ്സ് ചിയ പ്ലാന്റിൽ നിന്നാണ് കിട്ടുക. ഈ ചിയ പ്ലാന്റിൻ്റെ ശാസ്ത്രീയ നാമം സാൽവിയ ഹിസ്പാനിക്ക എന്നാണ്. ഇത് നമ്മുടെ തുളസിയുടെ ഫാമിലിയാണ്. ലാമിയേസി എന്ന് പറയും. തുളസി അതിലാണ് ബിലോങ് ചെയ്യുന്നത്, ഓസിമ. ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് മെക്സിക്കോയും ഗോട്ടിമാലയൊക്കെയാണ്. ഈ ചിയ പ്ലാന്റ് ഒരു ആനുവൽ ഹെർബാണ്. 5 തൊട്ട് 6 അടി വരെ പൊക്കം വരും കഷ്ടി. ഇതിൻ്റെ ഫ്ലവേഴ്സ് പർപ്പിളാവാം, വൈറ്റ് ആവാം. ഓർക്കുക, ഇത് ബ്ലാക്ക് ചിയ സീഡ്സ് ആണ് കേട്ടത്. ബ്ലാക്കാണ് അതിൻ്റെ കളറ്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സീഡ്സ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിടും. 15 തൊട്ട് 30 മിനിറ്റ് വരെയാണ് മിനിമം. പക്ഷേ അത്ര പോരാ കഴിക്കാനായിട്ട് 6 തൊട്ട് 8 മണിക്കൂർ വരെ കുതിർത്തിടണം. അങ്ങനെ കുതിർത്തിട്ട് കഴിഞ്ഞിട്ടുള്ള സീഡ്സാണിത്. ഈ സീഡ്സ് അങ്ങോട്ട് വീർത്തിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിന് ചുറ്റും ഒരു കവറിങ് പോലെ വന്നിട്ടുണ്ട്, സ്വെല്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ന്യൂട്രിയൻ്റ് ആസ്പെക്റ്റ് പറയുമ്പോൾ, ഡ്രൈ സീഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് 6% വാട്ടർ, 42% കാർബോഹൈഡ്രേറ്റ്സ്, 17% പ്രോട്ടീൻസ്, 31% ഫാറ്റ്സ്. അതിൻ്റെ കൂടെ ഇതിൽ ഫൈബേഴ്സ് ഉണ്ട്, വിറ്റാമിൻസ് ഉണ്ട്, ബി കോംപ്ലക്സ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. മിനറൽസ് എന്ന് പറയുമ്പോൾ കാൽഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അയൺ ഉണ്ട്. ഇത് വളരെ ഹെൽത്തിയാണ്. പക്ഷേ 2 കാര്യം ഓർക്കുക, റോ സീഡ് കഴിക്കാൻ പാടില്ല. വെള്ളത്തിൽ കുതിർത്ത് ഒരു 10-12 മണിക്കൂർ കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് വെയിറ്റ് മാനേജ്മെൻറ്റിന് പോസിബിളാണ്. അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് സ്റ്റേബിൾ എനർജി ലെവൽസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. ഡൈജഷന് ഹെൽപ്പ് ചെയ്യും, ബോൺ സ്ട്രെങ്തൻ ചെയ്യും. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, സ്കിൻ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ എല്ലാത്തിനും കൊണ്ടും നല്ലതാണിത്. ഇനി ഇത് കഴിക്കേണ്ടത് വെള്ളത്തിൽ കുതിർത്തിടണം. അത് ഞാൻ പറഞ്ഞല്ലോ, മിനിമം 30 മിനിറ്റെങ്കിലും വേണം. പക്ഷേ അത് കഴിക്കാൻ പറ്റില്ല. കഴിക്കണമെങ്കിൽ ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ കുതിർത്തിടണം. അങ്ങനെ അത് സ്വെല്ല് ചെയ്യും. സ്വെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് സ്മൂത്തിയുടെ കൂടെയോ യോഗട്ടിൻ്റെ കൂടെയോ ഓട്ട്മീലിൻ്റെ കൂടെയോ ബേക്കഡ് ഗുഡ്സിൻ്റെ കൂടെയോ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കഴിക്കാം. ഒരു ഹെൽത്തി അഡൽട്ട്സിന് കഴിക്കാവുന്ന എമൗണ്ട് 1 തൊട്ട് 2 ടേബിൾ സ്പൂണാണ്. അതായത് 50 to 30 grams. ഒരിക്കലും ഇത് എക്സസൈസ് ആയിട്ട് കഴിക്കരുത്. ഇനി പുതിയൊരാൾ ഇത് കഴിക്കുകയാണെങ്കിൽ എപ്പോഴും ഓർക്കുക, ആദ്യം ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക. നമ്മുടെ ഡയറ്റ് സിസ്റ്റമായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ടാണ് ഈ മിനിമം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മാക്സിമം ക്വാണ്ടിറ്റി 50 to 30 ഗ്രാമിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അപ്പോൾ എമൗണ്ട് എക്സസ് ഒരിക്കലും ആവരുത്. 2 റോ ഒരിക്കലും കഴിക്കരുത്. ഇതിൽ ഫൈബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡൈജഷൻ ചെറിയൊരു ഇനീഷ്യൽ ആസ്പെക്റ്റ് വേണ്ടി വരുന്നത്. എന്തായാലും ഇതാണ് ഫേമസ് ആയിട്ടുള്ള ചിയ സീഡ്സ്. ഇത് ബ്ലാക്ക് ചിയ സീഡ്സ് ആണ്. ചിയ പ്ലാന്റിൽ നിന്നാണ് കിട്ടുക, സാൽവിയ ഹിസ്പാനിക്ക. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.